അപ്പോഴേ ഞങ്ങളുടെ സ്പെഷ്യലൊക്കെ ഇതാണ് കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കിയത് സിമ്പിളായിട്ടുള്ള സ്പെഷ്യലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇതൊക്കെ തന്നെയാണ് വിഭവങ്ങൾ. അപ്പോഴേ ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങൾ ഉണ്ടാക്കണേ കേട്ടോ. ചെറിയ വിഭവങ്ങൾ. ഇത് കുമ്പളങ്ങയും മാങ്ങയും കൂടി ഞാൻ വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇപ്പോൾ കുമ്പളങ്ങയും ഒരു മാങ്ങയും ഇട്ടിട്ടുണ്ട് കേട്ടോ. 2-3 പച്ചമുളക് പൊടിച്ചിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വെന്ത് ഒരുവിധം ഉടഞ്ഞ കുമ്പളങ്ങയും മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആരോ എന്നോട് ചോദിച്ചിരുന്നു ചാറ് കൂട്ടണതിന്. അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ, വളരെ സിമ്പിളാണ്. കുമ്പളങ്ങയും മാങ്ങ ആദ്യം ഞാൻ വേവിച്ചു. ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 മുറി തേങ്ങയുടെ പീരന അരച്ചു. അപ്പോൾ പീരയിൽ 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറുജീരകം, അല്പം മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത അരപ്പാണ്. ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറിയൊരു തിള പോലെ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് ഒരു വറവയും കൂടി ഇട്ടുമ്പോൾ നമ്മുടെ ചാറ് റെഡിയായി. അപ്പോൾ ഇത് ഇത്തിരി കുറുക്കൻ ചാറിലാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. അതാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇനി ഇതിനൊരു വറവ കൂടി ഇടണം. ചെറുതിള വന്നു കഴിഞ്ഞാൽ ഒരു വറവ കൂടി ഇട്ട് തീ ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാറൊന്ന് അല്പം വറവിട്ട് കൊടുക്കണം ചാറിന്. അപ്പോൾ ഒന്ന് ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. അല്പം കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകും ഉള്ളിയും മുളകും എല്ലാം മൂത്തിട്ടുണ്ട്. സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വറവങ്ങാട് നമുക്ക് ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തേക്കുള്ള ഒരു കറി പിണ്ടിയും കായും കൂടി തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ. പിണ്ടിയും കായും കൂടി പരിപ്പൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച ഒരു കറിയാണ്. പിണ്ടി ഇവിടുത്തെ തന്നെയാണ്, ഇവിടുത്തെ തന്നെ പിണ്ടിയും കായും ഒക്കെ. അപ്പോൾ ഇന്നലെ ഒരു കൊല വെട്ടിയതിൻ്റെ പിണ്ടിയായിരുന്നു. അപ്പോൾ ആ കറിയും കുറച്ചുണ്ട്. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഇതൊരു ഹെൽത്തി കറിയാണ്. അതുപോലെ വല്ലപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കറിയാണിത്, വാഴപ്പിണ്ടിക്കറി. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? മത്തി വറുക്കണ ഉണ്ടാനാണ്. അപ്പോൾ ഈ മത്തി വറുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അരപ്പെന്ന് പറയാനായിട്ട് പച്ചക്കാന്താരിയും പച്ചക്കുരുമുളകുമാണ് ഇതിൽ അരച്ച് ചേർത്തേക്കുന്നത്. അങ്ങനത്തെ സ്പെഷ്യൽ മത്തി വറുത്തതാണ് കേട്ടോ. ചെറുതാണ് സംഭവം. അപ്പോൾ പച്ചക്കാന്താരിയും പച്ചക്കുരുമുളകൊക്കെ അരച്ച് ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അതിന്. പിന്നെ കൂടാതെ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മത്തിയാണ് കിട്ടിയത്. ചെറിയ ടൈപ്പായിരുന്നു, വലിയ വിലയും ഉണ്ടായില്ല. 60 രൂപ കിലോ. എല്ലാം ഞാൻ വറുക്കാനായിട്ടാണ് വരട്ടിയത്. അപ്പോൾ കുറച്ചെടുത്ത് ഇപ്പോൾ വറുക്കണേണ്. പച്ചക്കുരുമുളകും എനിക്കൊരു പാർട്ടി തന്നു. പിന്നെ കാന്താരി ഇവിടെ ഉണ്ടായി. അങ്ങനെ റെഡിയാക്കിയ മത്തിയാണ്. ഇപ്പോൾ കുമ്പളങ്ങയും മാങ്ങയും കൂടി ചാറ് വെച്ചതാണ് കേട്ടോ. തേങ്ങ അരച്ചൊക്കെ ഇട്ട് ചാറ് കൂട്ടി. അതാണ് കൂറുകൂറ ചാറാണ്. അപ്പോൾ അതിലൊരു മാങ്ങാണ്ടി ഉണ്ട് കേട്ടോ. മാങ്ങാണ്ടി എനിക്കൊന്ന് ചപ്പണം, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുമ്പളങ്ങ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ച് ഞാൻ. അപ്പോൾ ആ ചാറാണ് അല്പം എടുക്കാം. പിന്നെ എൻ്റെ പിണ്ടിക്കറിയാണ് കേട്ടോ. എൻ്റെ വാഴയുടെ തന്നെ കായും പിണ്ടിയും കൂടി പരിപ്പിട്ട് തേങ്ങ അരച്ച് വെച്ച ഒരു കറിയാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണണേ. അപ്പോൾ ഇതാണ്. പിന്നെ മത്തി വറുത്തതാണ്. ഈ മത്തി വറുത്തതിൻ്റെ സ്പെഷ്യൽ എന്താണ്? മറ്റേ പച്ചക്കുരുമുളക്, കാന്താരി ഒക്കെ കൂടി അരച്ച് ചേർത്ത്
അരപ്പ് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വറുത്തതാണ്. കുരുമുളകും കാന്താരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ അരച്ച് ചേർത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് ഈ ചാള വറുത്തിരിക്കുന്നത്. അതാണ് കൊച്ചാളയാണ് കേട്ടോ. അത് 2-3 എടുക്കാം. ഇതാണപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ കഴിക്കാം. അപ്പോൾ മാങ്ങാണ്ടിയൊക്കെ ചൂടാണ്. ഈ മാങ്ങാണ്ടി ഒന്ന് ചപ്പണോട്ടെ എനിക്ക്. പിന്നെ ഒരു ഉപ്പ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് ടേസ്റ്റാണ്. പിന്നെ എൻ്റെ പിണ്ടിക്കറിയാണ്, അടിപൊളി പിണ്ടിക്കറിയാണ്. ഇത് നല്ലൊരു ഹെൽത്തി സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ പിണ്ടിക്കറി. എല്ലാപ്പോഴും കഴിക്കാൻ കിട്ടുന്ന സംഭവമാണിത്. വീട്ടിലുണ്ടാകുമ്പോൾ കുടപ്പനും പിണ്ടിയൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ, ഒന്നും കളയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പിണ്ടിക്കറിയാണ്. പിന്നെ മത്തി വറുത്തതാണ്, പൊളി. കാന്താരിയും പച്ചക്കുരുമുളകൊക്കെ അരച്ച് ചേർത്തപ്പോഴേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മാങ്ങാണ്ടി ഒന്ന് ഞാൻ ചപ്പി കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യല്. കുമ്പളങ്ങയും മാങ്ങയും കൂടി ചാറ് കൂട്ടിയത്, പിണ്ടിക്കറി, മത്തി വറുത്തത്, പിന്നെ അതിൻ്റെ ഒരു ഉപ്പ് നെല്ലിക്ക. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.